കോഴിക്കോട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഐസ്ക്രീം കേസ് അട്ടിമറി അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദന് ലഭിച്ചത്. പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ മൊഴിയടക്കമുള്ള കേസ് ഡയറിയുടെ ഉള്ളടക്കം പുറത്തുവന്നു. ഇരകളായ ബിന്ദു, റോസ്ലിൻ, റജുല, ബേബി എന്നിവർ നിർണായകമായ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയിരിക്കുന്നത്. ഇടനിലക്കാരി ശ്രീദേവിയുടെ ഒത്താശയോടെ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പല സ്ഥലങ്ങളിലായി പീഡിപ്പിച്ചുവെന്നാണ് ഇരകളുടെ മൊഴി. ഐസ്ക്രീം കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായി മൊഴി നൽകാൻ റൌഫ് പ്രേരിപ്പിച്ചുവെന്ന് മൊഴിയിലുണ്ട്. ഇതിനായി പണവും നൽകി. 2011 മാർച്ച് 11 ബിന്ദു നൽകിയ മൊഴിയിൽ കോഴിക്കോട് ചാലപ്പുറത്തെ ഒരു വീട്ടിൽ വിളിച്ചുവരുത്തി കോടതിയിൽ പറയേണ്ട മൊഴി പഠിപ്പിച്ചതായി പറയുന്നു. ഇതിനു പ്രത്യുപകാരമായി റൌഫ് തനിക്കും റോസ്ലിനും 4 ലക്ഷം രൂപ വീതം തന്നതായി ബിന്ദുവിന്റെ മൊഴിയിൽ വ്യക്തമാക്കുന്നു. കേസിന്റെ വിചാരണയ്ക്ക് മുമ്പും റൌഫ് പണം നൽകി. ചേളാരി ഷെരീഫ് പല ഘട്ടങ്ങളിലായി 35,000 രൂപ നൽകി. വിചാരണ കഴിഞ്ഞ ഉടനെ റൌഫ് തങ്ങളെ നിർബന്ധിച്ച് വിസിറ്റിംഗ് വിസയിൽ ഗൾഫിലേക്ക് അയച്ചുവെന്നും ബിന്ദു പറയുന്നു. റൌഫിന്റെ വെളിപ്പെടുത്തലിന് ശേഷം നടന്ന അന്വേഷണത്തിനിടയിലും കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായി മൊഴി നൽകാൻ ചേളാരി ഷെരീഫ് ഭീഷണിപ്പെടുത്തിയതായും പണം നൽകിയതായും ബിന്ദുവിന്റെ മൊഴിയിലുണ്ട്. ഷൊർണൂരിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപത്തെ കെട്ടിടത്തിലും തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയതായി ബേബിയുടെ മൊഴിയിൽ പറയുന്നു. ഇതുകൂടാതെ റജീന ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾക്ക് റൌഫും ഷെരീഫും നൽകിയ 15 ലക്ഷത്തോളം രൂപയുടെ രേഖകളും അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. ഐസ്ക്രീം കേസിന്റെ ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴികളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇരകൾ രണ്ടാം ഘട്ട അന്വേഷണത്തിൽ മൊഴി നൽകിയിരിക്കുന്നത്. കേസിലെ നിർണായക മൊഴികളും രേഖകളും പുറത്തു വന്നതോടെ ഐസ്ക്രീം അട്ടിമറി കേസിന്റെ അന്വേഷണം പൊടുന്നനെ അവസാനിപ്പിച്ച പോലീസ് നടപടി ഇതോടെ സംശയത്തിന്റെ നിഴലിലായി. അന്വേഷണം അട്ടിമറിക്കാൻ UDF സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായി വി.എസ്. അച്യുതാനന്ദൻ നേരത്തെ ആരോപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തുടർ നിയമ നടപടികൾക്കായി വി.എസ്. കേസ് ഡയറി ഉൾപ്പെടെയുള്ള രേഖകൾ ലഭിക്കാൻ കോടതിയെ സമീപിച്ചത്. ആർ. അനന്തകൃഷ്ണൻ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.